പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പലപ്പോഴും കലാനാഥൻ മാഷ് 1970-കളിലെ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തെ കളിയാക്കുന്നതും മനസ്സിലാക്കുന്നതുമെല്ലാം എന്നത് ഏറെ സങ്കടകരമാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അറിവിനെ കുറിച്ച് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇന്ന് മനുഷ്യന്റെ അറിവില്ലായ്മയെ കുറിച്ചാണ് ഫിലോസഫിയുടെ രംഗത്ത് ഏറ്റവും അധികം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ അറിവിന് പരിമിതിയുണ്ട് എന്നും മനുഷ്യന്റെ അറിവ് എത്തിയാലും എത്ര വരെ എത്തുകയുള്ളൂ എന്നും കൃത്യമായി ഇന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുക. ലിമിറ്റ്സ് ഓഫ് സയൻസിനെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. നിങ്ങൾക്കറിയാലോ, ഹീസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് ശാസ്ത്ര സിദ്ധാന്ത. എന്താ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? സൂക്ഷ്മ ലോകത്തെ കുറിച്ച് പൂർണ്ണമായി അറിയാൻ മനുഷ്യന് സാധ്യമല്ല അല്ലെ? അറ്റോമിക് സയൻസിലെ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന സിദ്ധാന്തങ്ങളിലൊന്ന് ഹീസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. എന്താണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയാനുള്ളത്? ആറ്റത്തെ, ഇലക്ട്രോണിനെ പൂർണ്ണമായി അറിയാൻ നമുക്ക് സാധ്യമല്ല. ഇനി സ്ഥൂല പ്രപഞ്ചത്തെ കുറിച്ചോ? സ്ഥൂല പ്രപഞ്ചം ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, വികസിക്കുന്ന പ്രപഞ്ചത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ അറിവ് ഒരിക്കലും പ്രപഞ്ചത്തെ പൂർണ്ണമായി മനുഷ്യൻ അറിയാൻ സാധ്യമല്ല. എന്താ ഐൻസ്റ്റൈന്റെ 2 ആപേക്ഷികതാ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്നത്? പ്രപഞ്ചത്തിനകത്തുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് അവൻ. അവന്റെ അറിവിന് പ്രപഞ്ചപരമായ പരിമിതിയുണ്ട്. ആപേക്ഷികമാണ് അവന്റെ അറിവ്. പൂർണ്ണമായ കേവലമായ അറിവ് ലഭിക്കണമെങ്കിൽ, പ്രപഞ്ചത്തെക്കുറിച്ച് പോലുമുള്ള അറിവ് ലഭിക്കണമെങ്കിൽ പ്രപഞ്ചത്തിന് പുറത്തേക്ക് പോകണം. പ്രപഞ്ചത്തിന് പുറത്ത് എന്ന സങ്കല്പം അബ്സേർഡ് ആണ് എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. അബ്സേർഡ് അല്ല. ഇന്ന് ബേബി യൂണിവേഴ്സിനെ കുറിച്ച്, ഇതേപോലുള്ള ആന്റി യൂണിവേഴ്സിനെ കുറിച്ചെല്ലാം ശാസ്ത്രലോകത്ത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബേബി യൂണിവേഴ്സിനെ കുറിച്ച് പഠിത്ത് സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിങ്ങിന്റെ പുസ്തകമുണ്ട്. ഇതേപോലുള്ള കുട്ടി യൂണിവേഴ്സുകൾ വേറെ ഉണ്ടാകാം. അത് വേറെ ചർച്ചയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ അറിവിന്റെ പരിമിതിയെക്കുറിച്ച് ബോധവാന്മാരാണ് ശാസ്ത്രലോകത്തുള്ളവർ പോലും. പീറ്റർ മെഡവറുടെ ദ ലിമിറ്റ്സ് ഓഫ് സയൻസ് എന്ന പുസ്തകം എടുത്ത് വായിച്ചു വെക്കുക. അദ്ദേഹം ശുദ്ധ ഭൗതികവാദിയ. പക്ഷെ അദ്ദേഹം പറയുന്നത് നമുക്ക് തൊടാൻ പറ്റാത്ത മേഖലയാണത്. നമുക്ക് തൊടാൻ പറ്റാത്ത മേഖലയാണത്. ന്യൂട്ടന്റെ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന ഭൗതികവാദ തലത്തിൽ നിന്ന് ഇന്ന് ദൈവത്തെക്കുറിച്ച് പറയാൻ നമുക്ക് സാധ്യമല്ല എന്ന് പറയാൻ നിർബന്ധിതമായിരിക്കുന്നു ഭൗതിക ശാസ്ത്രജ്ഞന്മാർ. ആ ദൈവം തമ്പുരാൻ, സർവശക്തനായ തമ്പുരാൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, ഇവിടെ ജീവിതത്തിന്റെ ഒരു രംഗത്തിൽ നിന്നും മതത്തെ ഒഴിവാക്കി നിർത്താൻ സാധ്യമല്ല. അവിടെ രണ്ടാമത്തെ പ്രശ്നം ഭരണകൂടത്തിന് പല തലങ്ങളുണ്ടാകാം, പല രൂപങ്ങളുണ്ടാകാം. ശാസ്ത്രത്തിന്, വിജ്ഞാനം, ഇതിൽ നിന്ന് എഴുതുന്നെങ്കിലും മതത്തിനെ മാറ്റി നിർത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? എന്താണ് അവസ്ഥ? വിജ്ഞാനത്തിന്റെ വൈജ്ഞാനിക രംഗത്ത് നിന്ന് മതം മാറ്റി നിർത്തപ്പെടുന്നു. ഞാൻ പറഞ്ഞു മതം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന്. എന്തിന് ഒരു ശാസ്ത്രജ്ഞന്, പെന്റഗണിന്റെ കീഴിലുള്ള ഒരു ശാസ്ത്രജ്ഞന് എന്തുകൊണ്ട് ഒരു രോഗാണുവിനെ നിർമ്മിച്ച് ലോകത്തുള്ള 3ാം ലോക രാജ്യങ്ങളിലെ മനുഷ്യരെ, അത് ഇന്ന് നമ്മള് ജനറ്റിക് എഞ്ചിനീയറിംഗില് നമ്മള് ജീനോ മാപ്പിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ജീനോ മാപ്പിംഗിന്റെ രംഗത്ത് ഏറ്റവും വലിയ ഗവേഷണം ഇപ്പൊ എന്താണെന്ന് അറിയാമോ നമുക്ക്? ഓരോ ജീവജാതികൾ, ഓരോ മനുഷ്യജാതിയുടെയും പ്രത്യേക ജീനുകൾ, ഓരോ മനുഷ്യന്റെയും വർഗങ്ങളുടെ വർഗീയമായ ജീനുകൾ മനസ്സിലാക്കുകയും ആ ജീനുകൾക്ക് അനുസൃതമായ രീതിയിലുള്ള ബയോളജിക്കൽ വെപ്പൺസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ജീനോ മാപ്പിംഗ് കഴിഞ്ഞപ്പോൾ ഒരുപാട് സാധ്യതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ സാധ്യതകളെക്കാൾ അധികം നെഗറ്റീവായ ഡിസ്ട്രക്റ്റീവായ നശീകരണോത്മുഖമായ സാധ്യതകളെ കുറിച്ച് ഇന്ന് ആ രംഗത്തുള്ള മാനവിക പക്ഷക്കാർ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത്, എന്തിനങ്ങനെ ചെയ്യാതിരിക്കണം? അയാൾക്ക് സ്ഥാനം വേണം, മാനം വേണം, അധികാരം വേണം. എന്തുകൊണ്ട് അയാൾക്കത് ചെയ്തുകൂടാ? ആ ചോദ്യത്തിനാണ് ഉത്തരം. നീ അത് ചെയ്യരുത്. കാരണം സർവശക്തനായ ദൈവം തമ്പുരാന്റെ വിധിവിലക്കുകൾക്കെതിരെ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ നിനക്ക് ഇവിടെ നിന്ന് നന്മ ലഭിച്ചേക്കാം. പക്ഷേ ആത്യന്തികമായി അത് നിനക്ക് ശാശ്വത ജീവിതത്തിൽ നഷ്ടമാണ് എന്ന ഉത്തരം. ആ ഉത്തരമില്ലാത്തിടത്തോളം കാലം ഏത് ശാസ്ത്രമാകട്ടെ, ഭരണകൂടമാകട്ടെ, തത്വശാസ്ത്രമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, എല്ലാം തകർച്ചയിലേക്കാണ് പോവുക. എല്ലാം മാനവ വിരുദ്ധമായി ഉപയോഗിക്കപ്പെടും. സയൻസ് ആൻഡ് ഹെഗമണി എന്ന പുസ്തകം ആശിഷ് നന്ദിയുടെ, ഇന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ശക്തമായ വാദങ്ങൾ ശാസ്ത്രത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്ര മുന്നേറ്റത്തിനെതിരെ അദ്ദേഹം ഒരു മാനവിക പക്ഷപാതിയാണ്. അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾ മനുഷ്യരെ തകർക്കുകയാണ്, മാനവിക പുരോഗതിയെ തകർക്കുകയാണ്, മനുഷ്യന്റെ
നൈതികതയെ തകർക്കുകയാണ് ശാസ്ത്രം എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഞാൻ സൂചിപ്പിക്കുന്നത് ശാസ്ത്രലോകത്തുള്ള ആളുകൾ പോലും ശാസ്ത്രത്തെ തള്ളിപ്പറയുവാൻ തുടങ്ങുന്നു. എന്തുകൊണ്ട്? ശാസ്ത്രത്തിന് മാനവിക മുഖം നഷ്ടപ്പെടുമ്പോൾ. മാനവികത ശാസ്ത്രത്തെ പഠിപ്പിക്കുവാൻ മൂല്യങ്ങൾക്കല്ലാതെ സാധ്യല്ല, മൂല്യം പ്രദാനം ചെയ്യാൻ മതത്തിനല്ലാതെ സാധ്യല്ല. പിന്നെ ദൈവങ്ങളുടെ തല്ലുണ്ടാവൂല എന്ന ചോദ്യം, ദൈവങ്ങളുടെ പ്രശ്നം ഉണ്ടാകൂല എന്നാണ്. ഇവിടെ ഞാൻ പറഞ്ഞു, മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ, അവൻ കണ്ടുപിടിക്കണം. മനുഷ്യന്റെ ലോകത്ത് സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാകും നമ്മൾക്കാർക്കും വിചാരമല്ലോ. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് നമ്മൾ പ്രചരിപ്പിച്ച് നടക്കണില്ലേ? എല്ലാവരും ഒരു ദിവസം കമ്മ്യൂണിസ്റ്റുകാരാകുന്നു. അങ്ങനെ കമ്മ്യൂണിസത്തിന്റെ ആ സുഖസുന്ദര സോഷ്യലിസ്റ്റ് സ്വർഗം ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നും നമ്മൾ ആരും വിശ്വസിക്കണില്ല. പക്ഷെ കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നു. അതേപോലെ തന്നെ മതത്തെ സംബന്ധിച്ചിടത്തോളം മതത്തിന് ധാർമ്മികതയെക്കുറിച്ച് കൃത്യമായ വീക്ഷണമുണ്ട്. ആ വീക്ഷണം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ആ വീക്ഷണത്തിൽ നിന്നുള്ള വ്യതിയാനങ്ങൾ, ഞാൻ പറഞ്ഞു മതവിശ്വാസത്തിന്റെ വിഷയത്തിലുണ്ടായ വ്യതിയാനങ്ങളുടെ അടിസ്ഥാനപരമായ കാരണങ്ങൾ, ആ കാരണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വ്യതിയാനങ്ങൾ ഉണ്ടാകും. മനുഷ്യൻ ചൂഷണം, മതത്തെയല്ല എല്ലാറ്റിനും ചൂഷണം ചെയ്തിട്ടില്ലേ? എന്തിനെയാണ് ചൂഷണം ചെയ്യപ്പെടാത്തത്? എന്തിനെയാണ് ചൂഷണം ചെയ്യപ്പെടാത്തത്? ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ചൂഷണം ചെയ്യപ്പെട്ടിട്ടില്ലേ? കേരളത്തിൽ തന്നെയുള്ള വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച പ്രസ്ഥാനങ്ങൾ അത് പിന്നീട് ചൂഷണത്തിന്റെ നിമിത്തമായി മാറുന്നു. ആ പ്രസ്ഥാനങ്ങളുടെ തകരാറ്. ഇപ്പൊ കമ്മ്യൂണിസത്തിന്റെ തകരാറിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റാലിന്റെ തകരാറല്ല നമ്മൾ പറയുക, ആദർശപരമായി സ്റ്റാലിനെ സ്വാധീനിച്ച ആശയത്തിന്റെ തകരാറാണ് ഇവിടെ. അതേപോലെ തന്നെ മതം മനുഷ്യരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെട്ടപ്പോ മതം മാനവവിരുദ്ധമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത മതസങ്കല്പങ്ങളും ദൈവസങ്കല്പങ്ങളും ഉണ്ടായിട്ടുണ്ട്. യാഥാർത്ഥ്യം എന്തെന്ന് പരിശോധിക്കാൻ പ്രമാണങ്ങൾ പരിശോധിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. പ്രമാണങ്ങൾ നമ്മൾ പരിശോധിക്കണം. പ്രമാണം പരിശോധിക്കുമ്പോൾ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഇതാണ് ആ രംഗത്ത് സൂചിപ്പിക്കുവാനുള്ളത്. പിന്നെ മതത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഇവിടെ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. 73 അതിനെത്രയും വേണമെങ്കിൽ ഗുണിക്കാം. അവിടെയും അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ. പ്രവാചകന്റെ ഒരു പ്രവചനമാണ് ഉണ്ടാകും എന്നല്ല, പ്രവാചകന്റെ കാലത്തുണ്ടായതല്ല 73 ഗ്രൂപ്പുകൾ. ചിന്താ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ടുണ്ടാകുന്നു? അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞത് ബാധകമാണ്. സ്വന്തം താല്പര്യത്തിന് വേണ്ടി മതതത്വങ്ങളെ സ്വന്തം സാഹചര്യത്തിനനുസരിച്ച്, സ്വന്തം താല്പര്യത്തിനനുസരിച്ച്, സ്വന്തം ബൗദ്ധിക നിലവാരത്തിനനുസരിച്ച് മതതത്വങ്ങളെ വ്യാഖ്യാനിക്കുവാനും അതേപോലെ തന്നെ ഉപയോഗപ്പെടുത്തുവാനും ആരംഭിക്കുമ്പോൾ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു, വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളമുള്ള സവിശേഷത അതിന്റെ പ്രമാണങ്ങൾ തെറ്റുപറ്റാത്തതാണ്. മനുഷ്യരുടെ കരവിരുതുകളിൽ നിന്ന് മുക്തമാണ് എന്നുള്ളതാണ്. മനുഷ്യരുടെ കരവിരുതുകളിൽ നിന്ന് മുക്തമായ പ്രമാണങ്ങളാണ് ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാകുന്ന പ്രമാണങ്ങൾ. നമുക്ക് പരിശോധിക്കാം. ആ പ്രമാണങ്ങൾ പരിശോധനാ വിധേയമാക്കുവാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നു. ആ പ്രമാണങ്ങൾ പരിശോധനാ വിധേയമാക്കുകയും ആ പ്രമാണങ്ങളുടെ സത്യത ബോധ്യപ്പെടുകയും ചെയ്താൽ അത് അംഗീകരിക്കണമെന്ന് പറയുന്നു. അവിടെ ബുദ്ധിക്ക് സ്ഥാനമില്ല എന്നല്ല പഠിപ്പിക്കുന്നത്. മറിച്ച് ബുദ്ധി ഉപയോഗിച്ച്, ചിന്തയുപയോഗിച്ച്, കൈകളിലുള്ള എല്ലാ വിജ്ഞാനവും ഉപയോഗിച്ച് ഈ പ്രമാണങ്ങളെ പരിശോധനാ വിധേയമാക്കുക എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മുടെ അറിവിന്റെ പരിമിതി ഞാൻ പറഞ്ഞു. ജനിക്കുമ്പോൾ മനുഷ്യൻ അറിവില്ലാത്തവനായിട്ടാണ്, അവനാവശ്യമായ അറിവുകളൊന്നും ഇല്ലാത്തവനായിട്ടാണ് ജനിക്കുന്നത്. സത്യം. ബാക്കി ജീവികളൊന്നും അങ്ങനെയല്ല. അവിടെ നിന്ന് തന്നെയാണ് പ്രശ്നം തുടങ്ങുന്നത്. മനുഷ്യന് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായി? ബാക്കി ജീവികൾക്കൊന്നും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഈ അറിവ് നേടിയെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. വെറും തിന്നുവാനും കുടിക്കുവാനും രസിക്കുവാനും രമിക്കുവാനും മാത്രമാണെങ്കിൽ മനുഷ്യന് മാത്രം കഷ്ടപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, പ്രശ്നകലുഷിതമായ ഒരവസ്ഥ എങ്ങനെയുണ്ടായി? മനുഷ്യന്റെ ലോകത്ത് മാത്രം ചില നിയമങ്ങൾ എന്തുകൊണ്ട് ആവശ്യമായി വന്നു? മനുഷ്യന്റെ ലോകത്ത് മാത്രം നിയമങ്ങൾ എന്തിന്? ജൈവലോകത്തൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ജൈവലോകത്ത് അമ്മയും പെങ്ങളും എന്ന വ്യത്യാസമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് അവിടെ ഒരു ഗൊണേറിയില്ല, ഒരു എയ്ഡ്സും ഇല്ല, ഒരു സിഫിലിസും ഇല്ല. മനുഷ്യന്റെ ലോകത്ത് വേണ്ടി വരുന്നു, അല്ലെങ്കിൽ രോഗം വരുന്നു. എന്തുകൊണ്ട്? പരിണാമ പ്രക്രിയക്കിടയിൽ മനുഷ്യന്റെ ലോകത്ത് മാത്രം ഒരു രോഗാണു കടന്നു വന്നു എന്നാണോ ഈ പ്രശ്നത്തിൽ? ഇല്ലെങ്കിൽ മാനവിക തലത്തിൽ ഇത്തരം നിയമങ്ങൾ അനിവാര്യമാണ് എന്നല്ല വ്യക്തമാക്കുന്നത്. ആ നിയമങ്ങൾ ആര് നൽകും? അടിസ്ഥാനപരമായ പ്രശ്നം അതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ